ആർമി ക്വാർട്ടേഴ്സുകളിൽ താമസം തുടങ്ങിയ പിന്നെ എല്ലാ ഫെസ്റ്റിവലും ഞങ്ങൾക്ക് ആഘോഷം തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, വിവിധ ഭാഷക്കാരും നാനാജാതി മതസ്ഥരും എല്ലാവരും ഒരുമിച്ചാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ഫെസ്റ്റിവലും എല്ലാവരോടും കൂടി ഒരുമിച്ചാണ് ആഘോഷിക്കാറുള്ളത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സെലിബ്രേഷനാണ് ദീപാവലിക്ക്. തലേ ദിവസം ദീപാവലി മേളയുണ്ടാവും, പിറ്റേ ദിവസം വീടുകളിലെ പടക്കമൊക്കെ പൊട്ടിച്ചുള്ള ആഘോഷം. ഈ കാണുന്ന റോഡിൻ്റെ 2 സൈഡിലും കാടാണ് കേട്ടോ. എൻ്റെ സ്ഥിരം വാക്കിംഗ് ഏരിയ ആണിത്. കുറച്ച് കാട്ടുപന്നികളും കുരങ്ങന്മാരും മയിലുകളും ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ ഇതാ നമ്മൾ ദീപാവലി മേള ഗ്രൗണ്ടിൽ എത്തി കേട്ടോ. വിശാലമായ ഈ ഗ്രൗണ്ടിന് ചുറ്റും ഫുഡ്സിൻ്റെയും ഗെയിംസിൻ്റെയൊക്കെ നിരവധി സ്റ്റോളുകളാണ്. ആദ്യത്തെ സ്റ്റോളിൽ ദീപാവലി ക്യാൻഡിൽസ് ലൈറ്റ്സിൻ്റെയൊക്കെ സ്റ്റോളാണ്. അതിൻ്റെ വിലയൊക്കെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ആവേശ സൗണ്ടൊക്കെ കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എനിക്കെന്തോ കാര്യമായിട്ട് കിട്ടിയെന്ന്. വെറുതെ ആന്നേ, എല്ലാം കിട്ടിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. ഇവിടെ ഒരാളുടെ കണ്ണ് വന്നപ്പോൾ തന്നെ ഐസ്ക്രീം കടയിലിട്ടായിരുന്നു. പിന്നെ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തപ്പോഴാണ് 2 കൂട്ടർക്ക് സമാധാനമായത്. അതിന് തൊട്ടപ്പുറത്തെ കട എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപാവലി സ്വീറ്റ്സ്, നട്ട്സ്, ചോക്ലേറ്റ്സ് അങ്ങനെ പലഹാരങ്ങളുടെ ഒരു വലിയ കടയായിരുന്നു. അതിനോട് ചേർന്ന് തന്നെ മൊബൈലുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഉള്ള ഒരു സ്റ്റോളായിരുന്നു. ഈ ഒരു ഏരിയയിൽ വന്നു കഴിയുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. വെജ്, നോൺ വെജ്, ഫ്രൈഡ് റൈസ്, ബിരിയാണി, പിന്നെ നമ്മുടെ ചോള ഭട്ടൂര, സമോസ, വട, അങ്ങനത്തെ സ്നാക്സ് ഐറ്റം എല്ലാം ഉണ്ട്. ഈ കോരി കൊടുക്കുന്ന പാനിപ്പൂരിയാണ്. ഞാനും ഒരു പ്ലേറ്റ് കഴിച്ചു കേട്ടോ. ആക്രാന്തം കൊണ്ട് അതിൻ്റെയൊക്കെ ഫോട്ടോയും വീഡിയോ എടുക്കാനും വിട്ടുപോയി. പിന്നെ ഇതാ ചിക്കൻ ബിരിയാണി 160, വെജ് ബിരിയാണി 140, വടാപാവ്, ഫ്രഞ്ച് ഫ്രൈ, അങ്ങനെ പേരറിയത്തില്ലാത്ത എന്തൊക്കെയോ സ്റ്റോളുകൾ. നമുക്കിതിനെക്കുറിച്ചൊന്നും വലിയ പിടിപാടില്ലാത്തതുകൊണ്ട് അവിടെ ഒന്നും പോയി തലയിടാൻ നിന്നില്ല. പിന്നെ വന്ന് തലയിട്ടത് ദാ ഇവിടെയാണ്. 20 രൂപയ്ക്ക് 5 കോയിൻ തരും. ബക്കറ്റിലുള്ള റിങ്ങിൻ്റെ അകത്ത് കോയിൻ ഇടണം. അവസാനത്തെ കോയിന് റിങ്ങിൻ്റെ അകത്ത് വീണ സന്തോഷത്തിൽ കൈ കൊട്ടിച്ചാടി. പക്ഷെ അയാൾ പറയാ 3 ഇടണമായിരുന്നു എന്ന്. അതും ചീറ്റിപ്പോയ നിരാശയിൽ അടുത്ത ഗെയിമിൽ പോയി തലയിട്ടു. ഞാൻ ഹസ്ബൻഡ് പഠിച്ച മണി 18 നോക്കിയിട്ടും ആ റിങ് കുപ്പിയിലിടാൻ പറ്റുന്നില്ല. അവിടെയും കാശ് പോയത് മിച്ചം. എന്നാൽ പിന്നെ ഗ്ലാസ് എറിഞ്ഞ് വീഴ്ത്തിയിട്ടേ ഉള്ളൂ എന്നായി ചേട്ടൻ. തോക്കുകൾ കൊണ്ട് ഉന്നം പിടിച്ചിട്ടുള്ള എനിക്ക് ഇതൊക്കെ എന്നൊരു അഹങ്കാര ഭാവമായിരുന്നു ചേട്ടന്. പക്ഷെ അവിടെയും ചീറ്റിപ്പോയി. ഈ കുടങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റുന്ന എന്തോ സാധനങ്ങളാണേ. ബ്ലിങ്ക് ബോക്സ്. ഇവിടെ ഞങ്ങൾ മോനെയാണ് കളത്തിലിറക്കിയത്. ഈ കാണുന്ന ബോട്ടിലുകൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാവേ. അത് കഴിയുമ്പോൾ അവരുടെ ബോക്സ് തുറക്കുമ്പോൾ അതും ഇത് സെയിം ആണെങ്കിൽ നമുക്ക് ക്യാഷ് കിട്ടും. ഏതായാലും മോൻ അതിൽ വിജയിച്ചു കേട്ടോ. 20 രൂപ വെച്ചിട്ട് 50 രൂപ കിട്ടി. 50 രൂപയെ കിട്ടിയുള്ളെങ്കിലും അവൻ്റെ ഭാവം 5 കോടി കിട്ടിയ പോലെയാണ്. മോൻ ജയിച്ച ആത്മവിശ്വാസത്തിൽ അടുത്ത ഗെയിമിലും പോയി തലയിട്ടു. ഞാൻ മാത്രമല്ല കേട്ടോ, ഹസ്ബൻഡും പരീക്ഷിച്ചു. പക്ഷേ 2 പേർക്ക് നിരാശയായിരുന്നു ഫലം. ഇതിൽ നിന്നൊരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചു. അടുത്ത ദീപാവലിക്ക് വരുന്നതിന് മുന്നേ ഏതായാലും റിങ് എറിഞ്ഞ് പരീക്ഷിച്ച് പഠിച്ചിട്ടേ വരുള്ളൂ എന്ന്. ചെക്കൻ്റെ പോക്ക് കണ്ടപ്പോൾ കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ. വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണെന്നേ, അതിൻ്റെ മേളിൽ കയറണമെന്ന് പറഞ്ഞു. പിന്നെ അവനെ അവിടെ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ പോയി ഓരോ ഐസ്ക്രീം കഴിച്ചു. രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയായിരുന്നു ദീപാവലി മേളയെ. നമ്മൾ പോയത് ഏറ്റവും ലാസ്റ്റാണ്. ഇപ്പോൾ കടകളൊക്കെ ഏകദേശം ക്ലോസ് ചെയ്യാറായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവസാനം കറങ്ങുന്ന ഈ സാധനത്തിലൂടെ കയറ്റി അവൻ്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ചകളാണ് ഇത്. എല്ലാ ക്വാർട്ടേഴ്സുകളിലും ആൾക്കാർ വീടുകളിലൊക്കെ ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ നാടുകളിൽ ക്രിസ്തുമസിനല്ലേ ഇങ്ങനെയൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള കാഴ്ച കാണാറുള്ളത്. ഞങ്ങൾ ഇട്ട് കേട്ടോ. മോന് ഭയങ്കര ആഗ്രഹം ലൈറ്റ് ഇടണമെന്ന്. അങ്ങനെ നമ്മൾ ലൈറ്റ് ഇട്ടു. പിന്നെ കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചു. ഇന്നത്തെ ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ വന്ന് കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചു. ഒന്ന് കുളിച്ച് ഫ്രഷായ ശേഷം നമ്മളിവിടെ തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയേ. സ്റ്റാർട്ടറായിട്ട് പനീർ ഫ്രൈ ആണ് മേടിച്ചത്. നല്ല എരിവുണ്ടായിരുന്നു, അതുകൊണ്ട് അത്ര അങ്ങ് ടേസ്റ്റ് തോന്നിയില്ല. പിന്നെ നാനും ബട്ടർ ചിക്കനും മേടിച്ചു. നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നാനും ബട്ടർ ചിക്കനും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. മോന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവന് കറിയൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ തിന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്രൈഡ് റൈസും കൂടെ മേടിച്ചു കേട്ടോ. ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ കുശാലായേ. ഈ റെസ്റ്റോറൻറ്റിൽ നമ്മൾ സ്ഥിരം ഫുഡ് പാഴ്സലായിട്ട് മേടിക്കാറുണ്ടെങ്കിലും ഇങ്ങനെ പുറത്തിരുന്ന് കഴിക്കുന്ന ആദ്യമായിട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ദീപാവലി സീസൺ ആയിട്ട് പുറത്ത് ഫുള്ള് ലൈറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു അവിടെ ഇരുന്ന് കഴിക്കാൻ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. ഇത് ദീപാവലി ദിവസത്തെ രാവിലത്തെ കാഴ്ചയാണ്. രാവിലെ തന്നെ ഫ്രണ്ടിൻ്റെ വക സ്വീറ്റ്സൊക്കെ കിട്ടി കേട്ടോ. ഉച്ചയ്ക്കത്തെ ഫുഡ് പട്ടാളത്തിൻ്റെ വകയായിരുന്നേ, പാഴ്സലായിട്ടായിരുന്നേ. ചപ്പാത്തി, പനീർ കറി, പിന്നെ റൈസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു വെജിറ്റബിൾ മസാല കറി, പിന്നെ ഒരു ചാറ് കറി, മുതിരയും പയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചാറ് കറി, പിന്നെ അടിപൊളി ഒരു പായസം. ഇനി ഇത് ദീപാവലി ദിവസത്തെ കാഴ്ചകളാണ്. ദീപാവലി ദിവസം ഒരു വൈകിട്ട് 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും ക്വാർട്ടറിന് വെളിയിലിറങ്ങി പടക്കം പൊട്ടിക്കാനൊക്കെ തുടങ്ങി. പോയാ
ട്രൈപോഡിൽ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഞാനൊരു രംഗത്തിറങ്ങി കേട്ടോ. കാര്യം പടക്കമൊക്കെ പൊട്ടിക്കുന്ന ചെറിയ പേടിയാണെങ്കിലും നമുക്കത് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളിലൊക്കെ കൂടെ ഞാനെൻ്റെ പേടി മാറ്റിയെടുത്തു കേട്ടോ. ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നത്. ഇവർ ബംഗാളീസാണ് കേട്ടോ. ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. ഇങ്ങനെയാണെങ്കിലേ ഈ വർഷത്തെ ദീപാവലി കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു 2-3 കിലോ വെയിറ്റ് കൂടിയിട്ടുണ്ടാവും. सांप बनेगा आज इससे कुछ नहीं होता है ये बैठो सांप बनेगा सांप बेटू देखो कैसे सांप बनता है देखा है ना सांप तो बड़ा बन गया रो सांप देख कितना बड़ा हमारा तो आज ही था ना वहीं से अपना അങ്ങനെ ഹൈദരാബാദിലെ ഈ വർഷത്തെ ഞങ്ങളുടെ ദീപാവലി ആഘോഷം ഇതോടുകൂടി കഴിഞ്ഞു. ഇതോടുകൂടി എന്ന് ഉദ്ദേശിച്ചത് തലേ ദിവസം പൊട്ടാതിരുന്ന പടക്കങ്ങളെല്ലാം അടിച്ചു വാരി കൂട്ടി കത്തിച്ചു. അപ്പോഴും കുറേ പൊട്ടി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ.